നയമാരി സിൽക്കിലെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നയമാരിയിൽ ചില അത്ഭുതങ്ങൾ നടന്നിരിക്കുകയാണ്. കാരണം വേറെ കൊണ്ടല്ല, ഒരു ഹീറോയിൻ, കേരളത്തിലെ ഒരു പ്രമുഖ നടി നമ്മുടെ നയമാരിയിൽ വന്ന് പർച്ചേസ് ചെയ്തു. കറുത്തമുത്ത് എന്ന സീരിയലുകളെ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രമുഖ നടിയാണ് ഇന്ന് നമ്മുടെ നയമാരിയിൽ വന്നിരിക്കുന്നത്. ഞാൻ ആ നടിയെ നിങ്ങൾക്ക് കാണിക്കാം. നടിയുടെ ഫാമിലിയും കൊണ്ട് കേരളത്തിൽ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ എല്ലാ സീരിയൽ TV തരംഗങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു നടി തന്നെയാണ് ദർശന ദാസ് എന്ന് പറഞ്ഞ ആ സൂപ്പർ ഹിറ്റ് നടി ഇന്ന് നമ്മുടെ നയമാരിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ പ്രിയ നടിയെ ഞാൻ പരിചയപ്പെടുത്താം. എങ്ങനെയുണ്ട്? ചേട്ടൻ വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അത്ര വലിയ സംഭവം അല്ലാതെ എനിക്ക് അറിയാം, നിങ്ങൾക്കും അറിയാം. അത് ആ സഹോദരിയുടെ താഴ്മ കൊണ്ട് പറയുന്നത് കേട്ടോ. അങ്ങനൊന്നും അല്ല. ഞാൻ ഇന്നലെയാണ് സീരിയലും കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചപ്പോൾ ഓരോ അമ്മായിമ്മമാരുടെ ചെവുക്കറ്റൊക്കെ അടിക്കുന്ന ആ അടിയുടെ ഒരു ശക്തി ഉണ്ടല്ലോ, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കേരളത്തിൽ നല്ലൊരു, എനിക്ക് പിന്നെ ഏറ്റവും ഒരു പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് ഇന്ന് നമ്മുടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സൂറത്തിലെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂറത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ഞങ്ങളൊരു ട്രാവൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നത് ഇങ്ങോട്ട്. ഓക്കെ. അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ അതിരിക്കട്ടെ, നയമാരിയിൽ എന്തെങ്കിലും എടുത്തായിരുന്നോ? അത് പറയാനാണ്. അപ്പൊ ഇവിടെ വരെ വന്നിട്ട് അറിയാലോ, അത് തുണിയുടെ ഒരു വലിയ കേന്ദ്രമാണല്ലോ. എന്തെങ്കിലും എടുക്കാതെ പോകുന്നത് മോശമാണ്. അപ്പൊ പിന്നെ ചേട്ടൻ ഇവിടെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് എന്റെ മാമനാണ്. പുള്ളിയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ഭാഷ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇവിടെ വന്ന് എടുക്കാലോ. സംസാരിക്കാനും കുറച്ചുകൂടെ എളുപ്പമാണ്, ആരും പറ്റിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും ബ്ലോഗ് കാണുന്ന ആൾക്കാരാണ്. എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇവിടെ ഉണ്ട്. അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള എല്ലാ ഡ്രസ്സും ഉണ്ട്. ഇനിയിപ്പോ പുതുതായിട്ട് ഡ്രസ്സ് വല്ല ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് ഞാൻ പറയുന്നതല്ലേ, കേരളത്തിലൊരു നടി പറയുന്നതാണ്. ഞാൻ പറഞ്ഞ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം നിങ്ങൾ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഇത് കേരളത്തിലൊരു നടി തന്നെ ഡയറക്റ്റ് വന്ന് സംസാരിക്കുകയാണ് നയമാരിയിൽ. ഈ നടി ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നേമവാരി ഡയറക്റ്റ് വന്ന് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. പ്രിയ സഹോദരൻ നമ്മുടെ സ്വന്തം അനൂപ് കൃഷ്ണ സാറും ഉണ്ട് നമ്മുടെ കൂടെ. അതുപോലെ പ്രിയ മകനും ഉണ്ട്. അവർ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേസല്ല എങ്ങനെ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് സൂറത്തിലേക്ക് വരുന്നത്. ഫസ്റ്റ് ടൈമാണ്. ഗുജറാത്ത് വന്നിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ സൂറത്ത് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അല്ല, എന്നാലും ഈ ഇവിടുത്തെ തുണികളെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? ഏകദേശം ഒരു നമ്മുടെ നാട്ടിലെ പ്രൈസിനെ അപേക്ഷിച്ച് ഇവിടെ എങ്ങനെ? ഇവിടെ പ്രൈസ് ഭയങ്കര കമ്മിയാണ്. നമുക്ക് ഏത് പ്രൈസിലും ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. ഒരുപാട് മോഡൽസ് ഉണ്ട്. നമുക്ക് നമ്മൾ ശരിക്കും കൺഫ്യൂഷൻ ആയി ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ പിന്നെ സാരികളൊക്കെ ഇവിടെ ഏകദേശം കണ്ടാണ് എല്ലാം കേരള ടൈപ്പ് മോഡലാണ് എല്ലാം ഇവിടെ ഉള്ളത്. ക്വാളിറ്റി എങ്ങനെയുണ്ട്? അല്ല, ക്വാളിറ്റി അതാ ഞാൻ പറഞ്ഞത്. അത് നമുക്കിപ്പം പ്രീമിയം കസ്റ്റമറിനുള്ള അവർക്ക് വേണ്ട പ്രൈസിലുള്ള സാധനമുണ്ട്. എന്നാൽ കുറഞ്ഞ മിഡിൽ ക്ലാസ്സിനും ഉണ്ട്. ഇനി അതല്ല അതിലും താഴെ ബിലോ റേഞ്ചിലുള്ള സാധനമുണ്ടോ. നമ്മളെല്ലാരെയും സന്തോഷിപ്പിക്കും. എല്ലാ കസ്റ്റമറിനുള്ള സാധനമുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിൽ മായങ് ഭായ് हमारा शरीक मोलाली मयंक भाई आते तब तक मैं एक क्वेश्चन इनसे पूछना चाहूंगा. जैसे काफी सारे लोगों का ऐसा इश्यूज रहता है या माइंड में कंसर्न रहता है कि हम कांटेक्ट करेंगे तो हमको कैसे ट्रीट किया जाएगा, लाइक तो आपको कोई परेशानी हुई इनसे कांटेक्ट करने में जो हमारा ऑनलाइन नंबर दिया? കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? ഞങ്ങളുടെ ട്രീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്? ഇല്ല, ആക്ച്വലി उनकी तरफ देख के नहीं, सीधा जो है सच बताओ. जो है ആക്ച്വലി ഭയങ്കര ആക്ച്വലി ഞങ്ങൾക്ക് രണ്ട് ഹെൽപ്പ്, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് വന്ന പീറ്റർ ഭായി, പിന്നെ എന്റെ ഫാദറിന്റെ പീറ്റർ പ്രിൻസ് ചേട്ടനും, രണ്ട് മായങ് സാറിന്റെ ഫാദർ ഉണ്ടായിരുന്നു അനിൽ സാറായിരുന്നു. ഇവർ രണ്ടോളം മാർക്കറ്റ് ഞങ്ങളെ ശരിക്കും പരിചയപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് ഓരോ ഷോപ്പിലും കൊണ്ടുപോയി നമുക്ക് വേണ്ടത് എന്താന്ന് കണ്ടെത്തി അതാത് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ അനിൽ ഭായി ഉണ്ടായോണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഫാദറെ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ജെന്റിൽമാൻ ആണ്. എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വളരെ വൃത്തിയായിട്ട് അറിയാവുന്ന മനുഷ്യനാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് നടന്ന സിവിലുകാരന്, സിവിൽ ഡിപ്ലോമക്കാരൻ, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പുള്ളിയുടെ ഫാദറാണ് എന്നെ ഈ ഫീൽഡിലോട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 10,000 വലിയ ഷോപ്സ് ഉണ്ട്. പക്ഷെ അനിൽ സാർ ഞങ്ങളെ കൊണ്ടുപോയി, ഞങ്ങളോട് ആദ്യം ഞങ്ങൾ ടേസ്റ്റ് ചോദിച്ച് ഞങ്ങളുടെ ഐഡിയാസ് ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു 1 day കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം പർച്ചേസ് ചെയ്ത് തന്ന് അത് പാഴ്സൽ ചെയ്ത്
നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ വിട്ടത്. 1 day കൊണ്ടാണ് വിട്ടത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ലപോലെ കെയർ ചെയ്താണ് വിട്ടത്. അദ്ദേഹത്തിന്റെ ഫാദർ ഒരു വലിയ നല്ലൊരു മനുഷ്യനാണ്. ആവശ്യമില്ലാതെ മറ്റേ ഈ ബിസിനസ്സുകാരെ പോലെ ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മളെ നമ്മളോട് ചോദിക്കും. ആദ്യം നമ്മളോട് ചോദിക്കും നമ്മുടെ ടേസ്റ്റ് എന്തുവാണ്. അങ്ങനെയാണ് അനിൽ ഭായി എല്ലാ കാര്യത്തിലും ഒരു ജെന്റിൽമാൻ, ഒരു നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ. അത് ഇവരുടെ കടയിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 നമ്മുടെ ഫ്രണ്ട്സിന് 1-2 ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അനിൽ സാർ പറഞ്ഞു അവർക്ക് കുറച്ച് പ്രീമിയം, കുറച്ച് ഡിസൈനിങ് ഉള്ള സാധനം. അപ്പൊ അവർ പറഞ്ഞു അത് നമുക്ക് അവർ ഫ്രണ്ടിന്റെ കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് എടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതാണ് പറയാനുള്ളത്. നമ്മുടെ കടയിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ വെക്കണമെന്നില്ല. ആ സ്ഥാപനങ്ങൾ നമുക്ക് വേറെ ഹമാരെ ദുക്കാൻ में जो नहीं है वो भी അനിൽ ഭായി से मिला तो അവരുടെ ടേസ്റ്റിനനുസരിച്ച് വേറെ ഷോപ്പിൽ പോയി നമ്മൾ എടുത്തു കൊടുക്കും. വേറെ മില്ലിൽ പോയി എന്താണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ അവരെ എത്തിച്ചു തരും. अगर हमारे थ्रू आए तो हमारे यहाँ पे नहीं होगा तो कहीं पे भी आपका काम करवा देंगे. काम करवा देंगे. हाँ, उसका टेंशन नहीं है. ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടും. ഡിലേ വരില്ല, നമുക്ക് ഒരു ഡിലേ വരില്ല. ട്രസ്റ്റ് ചെയ്യാം. ഇവരെന്തായാലും നമ്മൾ അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അയ്യോ അല്ലല്ലോ, അല്ല ഈ മുഖത്തന്നെ എഴുതി. അതെ 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 അതെ. ഞങ്ങൾ ഒരു ദിവസം ഫുൾ ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ കൂടെ ട്രാവൽ ചെയ്തതാണ്. അപ്പൊ ഇവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഹെൽപ്പ് ആയത്, അല്ല നമ്മൾ പെട്ടു. അപ്പൊ കൂടുതൽ കാര്യങ്ങൾക്ക് വീണ്ടും വിളിക്കുക. നമ്മുടെ 2 സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. മായൻ ഭായി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇവരെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഇവർക്ക് കൂടുതൽ ഷൂട്ടിങ്ങൾ കിട്ടട്ടെ എന്ന് ദൈവനാമത്തിൽ എല്ലാവരും അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്കും ഒരുപാട് താങ്ക് യു. താങ്ക് യു. താങ്ക് യു മോനെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.